ഹൈ ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് എക്സാമിൻ്റെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എൻവയോൺമെൻ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയസിൽ എപ്പോഴും ക്വസ്റ്റൻസ് നമുക്ക് വരാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 2025 പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുമായിരുന്നു. അതിൻ്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിൻ്റെ പാർട്ട് 3 ആണിത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാ ഏരിയയും ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ഇതിനകത്ത് കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഓടിച്ചൊന്ന് നോക്കി പോണേ. നമ്മൾ അത്യാവശ്യം സമയമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ലൈഡിലും കൂടെ എങ്കിലും ഒന്ന് നോക്കി പോവാം. ഇനി ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പേപ്പർ 1 ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ചെറിയൊരു തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടിന് നമുക്ക് പേപ്പർ 1 മുഴുവൻ ഏരിയാസും ഫെബ്രുവരി 1 മുതൽ നമ്മളുടെ ഫെബ്രുവരി 21 വരെ പഠിക്കാൻ അവസരമുണ്ട്. കൃത്യമായിട്ട് നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. വളരെ കൃത്യതയോടെ പഠിക്കാനുള്ള അവസരമുണ്ട്. അത് നമ്മുടെ കറണ്ട് അഫെയർ ഉൾപ്പെടെ നല്ല വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ ആ ഒരു ടൈം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ പോകാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനിയും പേപ്പർ 1 ജോയിൻ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു 100% റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ആരെങ്കിലും ഇനിയും നമ്മളുടെ പേപ്പർ 1 ഒന്നും ആയിട്ടില്ല, ഞാൻ ഇനി എവിടെ നോക്കും എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ ജോയിൻ ആവാം. ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് വൺ, ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറി GSWS is located in which state? ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയെ കുറിച്ച് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്തു, അല്ലെങ്കിൽ 2025 ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കാം. ആഫ്രിക്കൻ ചീറ്റേനെ കുണോ നാഷണൽ പാർക്ക്, മധ്യപ്രദേശിലെ കുണോ നാഷണൽ പാർക്കിൽ നിന്നും ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. മധ്യപ്രദേശിലെ ഈ പറയുന്ന ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് എന്ത് ചെയ്തു, റീലൊക്കേറ്റ് ചെയ്തു. ദെൻ ഇത് ഏതിൻ്റെ അണ്ടറിലാണ്? നമ്മളുടെ NTCA, അതായത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ അണ്ടറിൽ വരുന്ന ചീറ്റ പ്രൊജക്ട് സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഇതിനുള്ള അപ്രൂവൽ കൊടുത്തത്. ഇതിപ്പോൾ ലോകത്തിലെ തന്നെ ഫസ്റ്റ് ചീറ്റ റീഹാബിലിറ്റേഷൻ പ്രൊജക്റ്റാണ്. ദെൻ ഈ ഒരു കുണോ നാഷണൽ പാർക്കിലേക്ക് 12 ചീറ്റനെ കൊണ്ടുവന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും 8 ചീറ്റനെ കൊണ്ടുവന്നത് നാംബിയയിൽ നിന്നുമാണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കുക, നമ്മൾ പലതവണ കണ്ടു കഴിഞ്ഞു. അപ്പം ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറി എവിടെയാണ്? അത് മധ്യപ്രദേശാണ്. കുണോ നാഷണൽ പാർക്ക് എവിടെയാണ്? മധ്യപ്രദേശാണ്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ട് പ്രാധാന്യം കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കൻ ചീറ്റേനെ കുണോ നാഷണൽ പാർക്കിൽ നിന്നും എങ്ങോട്ട് മാറ്റുന്നു? GSWS, അതായത് ഗാന്ധി സാഗർ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നു. അതാണ് ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇനി ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും മുഴുവൻ ടൈഗറും ചീറ്റയൊക്കെ ആണല്ലോ എന്ന്. കുറേ അങ്ങനത്തെ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിതെല്ലാം ആഡ് ചെയ്തേക്കുന്നത്. അപ്പം ഇവിടെ ഈ ഒരു ക്വസ്റ്റൻ ശ്രദ്ധിക്കാം. വേർ ഇസ് ബീഹാർ സെക്കൻഡ് ടൈഗർ റിസർവ് ഗോയിങ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ്? ഓൾറെഡി ഒരു ടൈഗർ റിസർവ് ബീഹാറിലുണ്ട്, അത് നമുക്കറിയാം. വാൽമീകി ടൈഗർ റിസർവ്, വെസ്റ്റ് ചമ്പാരൻ. ഓക്കെ, അത് നമുക്കറിയാവുന്ന. ദെൻ ഇത് കൂടാതെ രണ്ടാമത്തെ ഇത് ഓർമ്മ വരുന്നു. സെൻട്രൽ ഗവൺമെൻറ് അതിനുള്ള അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞു. കെയ്മൂർ ഡിസ്ട്രിക്റ്റിൽ പുതിയതായിട്ട് വരുന്നുണ്ട് രണ്ടാമത്തെ ബീഹാറിൻ്റെ സ്വന്തം ടൈഗർ റിസർവ്. എവിടെയാണ്? കെയ്മൂർ. കൃത്യമായിട്ടൊക്കെ കെയ്മൂർ ഡിസ്ട്രിക്റ്റ്, ബീഹാറിലെ രണ്ടാമത്തേത്. Next one, the Global Biofuel Alliance has recently signed an agreement to set up its headquarters in which country? നമുക്കറിയാം ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത്, അതായത് ഇപ്പം നമ്മൾ പെട്രോൾ എന്ന് പറയുന്നത് നമുക്കറിയാം കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും എസ്പെഷ്യലി ഇന്ത്യ ബയോഫ്യൂലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടിലാറ്ററൽ അലയൻസ് ആണ്. അത് ശരിക്കും നമ്മുടെ 2023 നടന്ന G20 ന്യൂ ഡൽഹി സബ്മിറ്റിൽ വെച്ചിട്ടാണ്, അതല്ലെങ്കിൽ അതിനോട് ചേർന്ന് ഫോം ചെയ്ത ഒന്നാണ് ഈ ഒരു മൾട്ടിലാറ്ററൽ അലയൻസ് ആണ് ഈ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, മാക്സിമം എന്താണ് നമ്മുടെ സസ്റ്റൈനബിൾ ബയോഫ്യൂവൽസിൻ്റെ ഡെവലപ്മെൻറ്റും അഡോപ്ഷനുമാണ്. പിന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസ് എന്ന് പറയുന്നത് ഒരു മൾട്ടിലാറ്ററൽ അലയൻസ് ആണ്. അത് ലോഞ്ച് ചെയ്തത് ഇതിനോട് ചേർന്നിട്ടാണ് 2023 നടന്ന G20 ന്യൂ ഡൽഹി സബ്മിറ്റിനോട് ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ദെൻ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയിം എന്ന് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നമ്മളുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ബയോഫ്യൂവൽസിൻ്റെ ഡെവലപ്മെൻറ്റും അഡോപ്ഷനും അതിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഇന്ത്യ തന്നെയാണ്. ദെൻ അർജന്റീന, ബംഗ്ലാദേശ്, ബ്രസീൽ, ഇറ്റലി, മൗറീഷ്യസ്, സിംഗപ്പൂർ, UAE ആൻഡ് USA. ഇത്രയും രാജ്യങ്ങളാണ്. ടോട്ടൽ 22 രാജ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ കണ്ട രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൗണ്ടിങ് മെമ്പേഴ്സാണ്. ടോട്ടൽ ഇപ്പോൾ എത്രയുണ്ട്? 22 രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഗ്ലോബൽ ബയോഫ്യൂവൽ അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥാപിക്കാൻ റീസെൻ്റ്ലി സൈൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. നെക്സ്റ്റ്, നിതിൻ ഗഡ്കരി ഇനാഗുറേറ്റഡ് ഓക്സിജൻ ബേർഡ് പാർക്ക്, അല്ലെങ്കിൽ അമൃത് മഹോത്സവ് പാർക്ക് എന്ന് പറയും. അത് ഏത് സിറ്റിയിലാണ് ഇനാഗുറേറ്റ് ചെയ്തത്? ആരാണ് ഇനാഗുറേറ്റ് ചെയ്തത്? നിതിൻ ഗഡ്കരി. ദെൻ എവിടെയാണ്? അത് നാഗ്പൂരിലാണ്. ഓക്സിജൻ ബേർഡ് പാർക്ക് അല്ലെങ്കിൽ അമൃത് മഹോത്സവ് പാർക്ക് ഇതൊരു ഇക്കോ ഇനിഷ്യേറ്റീവ് ആണ്. ഡെവലപ്പ് ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്.
നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് ഹബ് ഓഫ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി. ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി, അതായത് ചിത്രശലഭ വൈവിധ്യത്തിൻ്റെ രണ്ടാമത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രം എന്ന് പറയുന്നത് കാസിരംഗയാണ്. അപ്പോൾ ആദ്യത്തേത് ഏതാണ്? ആദ്യത്തേത് ഓർത്തു വെക്കാം, അരുണാചലിലെ നാദംബ ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്കാണ്. നാദംബ നാഷണൽ പാർക്ക് ഇൻ അരുണാചൽ പ്രദേശാണ് ലാർജസ്റ്റ് ഹബ് ഓഫ് ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഇതിൽ ഇപ്പോൾ സെക്കൻഡ് വൺ ഏതാണ്? കാസിരംഗ നാഷണൽ പാർക്കാണ് ആസാമിലെ. ദെൻ ഇത് മുന്നേയും അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇത് വൺ ഹോൺ റീനോ, ഒറ്റക്കൊമ്പുള്ള ആ ഒരു നമ്മുടെ ദിനോസർ അല്ല, എന്തായിരുന്നു, കാണ്ടാമൃഗം, അതിന് പേര് കേട്ടൊരു സ്ഥലമാണ് ഈ പറയുന്ന ഈ ഒരു നമ്മളുടെ ഈ കാസിരംഗ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇതിൽ ഈ കാസിരംഗ നാഷണൽ പാർക്കിൽ ഇപ്പോൾ 446 ബട്ടർഫ്ലൈ സ്പീഷീസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഹാവ് ഫോംഡ് എ ജോയിന്റ് പാനൽ ഫോർ ചീറ്റ കൺസർവേഷൻ ഇന്ത്യ. ഇന്നലെ നമ്മൾ ഓൾറെഡി നമ്മളെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മധ്യപ്രദേശും രാജസ്ഥാനും തമ്മിലൊരു ജോയിന്റ് കോറിഡോർ എന്താണ്, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് അവരുടെ ആ ഒരു അതിർത്തി ഓപ്പൺ ആക്കിക്കൊണ്ട് ചീറ്റേനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സെറ്റപ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ജോയിന്റ് കോറിഡോർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മധ്യപ്രദേശിലെ രാജസ്ഥാനിലെയും ചീറ്റാസ് അല്ലെങ്കിൽ അവിടെ ആ അതിർത്തി ഓപ്പൺ ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചീറ്റേൻ്റെ ഒരു സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ രണ്ടുപേരും കൂടെ ചേർന്നൊരു ജോയിന്റ് കോറിഡോർ മാനേജ്മെൻറ്റ് കമ്മിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രൂവ്ഡ് ഇന്ത്യാസ് തേർഡ് ലാർജസ്റ്റ് ടൈഗർ റിസർവ്. ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് അംഗീകാരം കൊടുത്തിരിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് ഏതാണ്? അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അതേതാണ്? നമ്മളുടെ ഛത്തീസ്ഗഡാണ്. ഏതാണ്? ഛത്തീസ്ഗഡാണ്. അതിൻ്റെ പേര് ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല കടുവ അല്ലെങ്കിൽ ടൈഗർ റിസർവ് എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ പേര്. ഗുരു ഘാസിദാസ് താമോർ പിംഗ്ല കടുവ സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ ടൈഗർ റിസർവ്. ഓക്കെ, ദെൻ ഇതെങ്ങനെയാണ് വരുന്നത്? ഇന്ത്യയുടെ ഏറ്റവും വലിയ മൂന്നാമത്തെ ടൈഗർ റിസർവ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ടോട്ടൽ 56 ടൈഗർ റിസർവ് ഉണ്ട്. ദെൻ ഇനി ഛത്തീസ്ഗഡിന് എടുത്ത് നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിന് ഓൾറെഡി 3 ഉണ്ട്. ഇത് 4ാമത്തേതാണ്. 3 ഏതൊക്കെയാണ്? കൃത്യമായിട്ട് ഉദാന്തി സിതാനദി എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. അജാൻ കമാർ എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്. ദെൻ ഇന്ദ്രാവതി എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇത് 4ാമത്തേതാണ് ഈ പറയുന്ന ഗുരു ഘാസിദാസ് എന്ന് പറയുന്നത്. ഗുരു ഘാസിദാസ്. ഓക്കെ, ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇനി ടൈഗർ റിസർവ് ഏതാണെന്ന് കൂടെ നമുക്ക് ഇതിനോട് കൂടെ വേണം പഠിച്ചു പോകാം. നാഗാർജുന സാഗർ ശ്രീശൈലം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ടൈഗർ റിസർവാണ് ഏറ്റവും വലുത്. നാഗാർജുന സാഗർ എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്സ് 24 കോസ്റ്റൽ വില്ലേജ് ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ബൈ യുനെസ്കോ as സുനാമി റെഡി. ഏത് സ്റ്റേറ്റിലെ 24 തീരദേശ ഗ്രാമങ്ങളെയാണ് യുനെസ്കോ സുനാമി റെഡി എന്ന പേരിൽ അംഗീകരിച്ചിരിക്കുന്നത്? അതേതാണ്? ഒഡീഷയാണ്. ഒഡീഷ. നെക്സ്റ്റ്, പൈലറ്റ് പ്ലാൻ ഇനാഗുറേറ്റഡ്. എവിടെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് CO2 മെത്തനോൾ പൈലറ്റ് പ്ലാന്റ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? അത് പൂനെയിലാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് CO2 മെത്തനോൾ പൈലറ്റ് പ്ലാന്റാണിത്. ഇത് സെറ്റപ്പ് ചെയ്യുന്നത് പൂനെ, മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞ് 1.4 ടൺ പെർ ഡേ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലാണ് അത് ആ ഒരു പ്ലാന്റ് ബിൽഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ് സൈക്ലോൺ അസ്ന. നമുക്കറിയാം റീസെൻ്റ്ലി നമ്മുടെ ഗുജറാത്ത്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പാകിസ്ഥാൻ ഇവിടെയൊക്കെ അഫക്റ്റ് ചെയ്ത ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിരുന്നു സൈക്ലോൺ അസ്ല എന്ന് പറയുന്നത്. ദെൻ നെയിംഡ് ബൈ വിച്ച് കൺട്രി? ഏത് രാജ്യമാണ് ഇതിൻ്റെ പേരിട്ടത്? അത് പാകിസ്ഥാനാണ്. ഓർത്ത് വെക്കുക, പാകിസ്ഥാൻ. നെക്സ്റ്റ്, ടൈഫൂൺ യാഗി വാസ് റീസെൻ്റ്ലി ഇൻ ദ ന്യൂസ് നെയിംഡ് ബൈ വിച്ച് കൺട്രി? നമുക്കറിയാം ടൈഫൂൺ യാഗി എന്ന് പറയുന്നത് വളരെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിരുന്നു. ദെൻ ഇത് അഫക്റ്റ് ചെയ്തത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ദെൻ അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ചൈനേനെയാണ്. ദെൻ ഇതിന് പേരിട്ടത് ആരാണ്? ഇതിന് പേരിട്ടത് നമ്മുടെ ജപ്പാനാണ്. ജപ്പാൻ. ദെൻ നെക്സ്റ്റ്, റീസെൻ്റ്ലി ടൈഫൂൺ ഷാൻഷാൻ അഫക്റ്റഡ് ഏരിയ ഓഫ് വിച്ച് കൺട്രി? ടൈഫൂൺ ഷാൻഷാൻ എന്ന് പറയുന്നത് ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ആയിരുന്നു, വളരെ പവർഫുൾ ആയിട്ടുള്ളതായിരുന്നു. അത് അഫക്റ്റ് ചെയ്തത് നമ്മുടെ ജപ്പാനും സൗത്ത് ആഫ്രിക്കേനെയാണ്. കൃത്യമായിട്ട് നോക്കുക, ജപ്പാനും സൗത്ത് ആഫ്രിക്കേനെയും. നെക്സ്റ്റ്, SLCR പ്രോജക്റ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ് ഇൻ വിച്ച് സിറ്റി? സ്മാർട്ട് ലാബോറട്ടറി ഓൺ ക്ലീൻ റിവേഴ്സ് പ്രോജക്റ്റ്. അതാണ് ശരിക്കും SLCR പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള വരുണ റിവറിനെ റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അതും സസ്റ്റൈനബിൾ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട്. ഇതെവിടെയാണ് വരുന്നത്? ഈ ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ വരുണ റിവറിനെ ആകുമ്പോൾ ഉറപ്പായിട്ട് എവിടെയാണ്? നമ്മളുടെ UP വാരണാസിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു പ്രോജക്റ്റ് അൺവെയിൽ ചെയ്തിരിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ NMCGയും IITയും ദെൻ അതുകൊണ്ട് ഡെൻമാർക്ക് ഗവൺമെൻറ്റും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോജക്റ്റ് അൺവെയിൽ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, തവ റിസർവോയർ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റിലാണ് നമ്മളുടെ തവ റിസർവോയർ സ്ഥിതി ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസർ വരുന്നത് മധ്യപ്രദേശാണ്.
റീസെൻ്റ്ലി നമ്മുടെ ഇന്ത്യ 3 പുതിയ റാംസാർ സൈറ്റുകൾ ആഡ് ചെയ്തിരുന്നു. അതിലൊന്നാണ് നമ്മുടെ തവ റിസർവോയർ, മധ്യപ്രദേശിലാണ്. അതായത് നമ്മുടെ സത്പുര ടൈഗർ റിസർവ് നേരത്തെ കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിട്ടാണ് ശരിക്കും ഈ തവ റിസർവോയർ വരുന്നത്. പിന്നെ ഇതുകൂടാതെ നമ്മുടെ തമിഴ്നാട്ടിലെ നഞ്ചരായൻ എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതം, ബേർഡ് സാങ്ച്വറി, then കഴിവേലി എന്ന് പറയുന്നൊരു പക്ഷി സങ്കേതം, ബേർഡ് സാങ്ച്വറി, ഇതൊക്കെ നമ്മുടെ റാംസാർ സൈറ്റിൽ വന്നിരിക്കുന്ന പുതിയതായിട്ട് ഇടന്നിരിക്കുന്ന 3 സൈറ്റുകളാണ്. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് ബയോസ്ഫിയർ ടൈഗർ റിസർവ് ഹാസ് ബീൻ ക്രിയേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? എവിടെയാണ്? അത് നമ്മുടെ ഉത്തരാഖണ്ഡിലാണ്. രാജാജി രാഹതി ബയോസ്ഫിയർ, RRB എന്ന് പറയും. ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റിസർവ് ബയോസ്ഫിയർ ആണിത്. ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജാജി നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡിലാണ്. ദെൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് 2 എൻവയോൺമെന്റലിസ്റ്റ് ആണ്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്ന് പേരോർത്തൊക്കെ നല്ലതായിരിക്കും. ജയ്ദർ ഗുപ്തയും വിജയ് ദസ്മാനയും ദെൻ അതുപോലെ തന്നെ ജയ്ദർ ഗുപ്ത, ഈ 2 പേര് ചേർന്നിട്ടാണ് ഈ രാജാജി രാഹതി എന്ന് പറയുന്ന ബയോസ്ഫിയർ നമ്മുടെ ഉത്തരാഖണ്ഡിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, വേർ ഈസ് ദ ജജ്ജർ ബജൌലി വൈൽഡ് ലൈഫ് സാങ്ച്വറി ലൊക്കേറ്റഡ്? ജജ്ജർ ബജൌലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണെന്ന് വെച്ചാൽ പഞ്ചാബിലാണ്. പഞ്ചാബ് ഗവൺമെന്റ് നഗൽ എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ഹബ്ബായിട്ടും അതുപോലെ ജജ്ജർ ബജൌലി വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ ഫസ്റ്റ് ലെപ്പാർഡ് സഫാരി ആ ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് നാഷണൽ പാർക്ക് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ഇന്ത്യാസ് 58th ടൈഗർ റിസർവ്? ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു കാര്യം മാറിപ്പോയി. ആദ്യം പറഞ്ഞൊരു കാര്യം മാറിപ്പോയിട്ടുണ്ട്. അതായത് നമ്മൾ 56th ടൈഗർ റിസർവ് ആണ് നമ്മളുടെ ഈ പറയുന്ന ഗുരു ഘാസിദാസ് ടാമോർ പിംഗ്ല ടൈഗർ റിസർവ് എന്ന് പറഞ്ഞത്. ഛത്തീസ്ഗഡിൽ വരുന്ന ഇന്ത്യയിലെ 3ാമത്തെ ലാർജസ്റ്റ് ടൈഗർ റിസർവ് ആയിട്ടുള്ളത് 56ാമത്തെ ടൈഗർ റിസർവാണ്. ടോട്ടൽ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞാൽ 58 ടൈഗർ റിസർവ് ആണ്. അപ്പോൾ 58ാമത്തെ ടൈഗർ റിസർവ് ഏതാണ്? മാധവ് നാഷണൽ പാർക്കാണ്. മാധവ് നാഷണൽ പാർക്ക്. നെക്സ്റ്റ്, ഇന്ത്യ റീസെൻ്റ്ലി കണ്ടക്ടഡ് ഇറ്റ്സ് ഫസ്റ്റ് റിവർ ഡോൾഫിൻ പോപ്പുലേഷൻ സർവേ. അതിനകത്ത് എത്ര എണ്ണത്തെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്? അതായത് വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ കഴിഞ്ഞയിടയിൽ റിവർ ഡോൾഫിൻ പോപ്പുലേഷൻ സർവേ നടത്തിയിരുന്നു. അത് നടത്തിയിരിക്കുന്ന പ്രധാനമായിട്ടും നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര, ബിയാസ്, ദെൻ റിവർ ബേസിൻ ഇവിടെയാണ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ നടത്തിയപ്പം ആകെ കിട്ടിയ എണ്ണം 6327. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഉത്തർപ്രദേശിൽ നിന്നാണ് 2397, ബീഹാർ 2220. അങ്ങനെ ടോട്ടൽ എത്രയാണ്? 6327. ഇനി അടുത്തത് വീണ്ടും ടൈഗർ വരുന്നു. വെയർ വിൽ ഇന്ത്യാസ് ഫസ്റ്റ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എവിടെയാണ് വരുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മളുടെ മധ്യപ്രദേശിൽ തന്നെയാണ് വരുന്നത്. മധ്യപ്രദേശിൽ തന്നെയാണ് വൈറ്റ് ടൈഗർ ബ്രീഡിംഗ് സെന്റർ വരുന്നത്. അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത് CZA ആണ്, അതായത് സെൻട്രൽ സൂ അതോറിറ്റി. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ PPP പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസ്സിംഗ് പ്ലാന്റ് എവിടെയാണ്? ഇൻഡോറിലാണ്. നമ്മുടെ ആസ്ട്രോണോമിക്കൽ ഇൻഡസ്ട്രി പ്രൈവറ്റ് ലിമിറ്റഡ് ആൻഡ് ഇൻഡോർ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ദെൻ ഇത് വരുന്നത് ഏത് മിഷന്റെ അണ്ടറിലാണെന്ന് ഓർത്ത് നോക്കണം. സ്വച്ഛ് ഭാരത് മിഷൻ അർബന്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. ദെൻ ഇവിടെ പ്ലാൻ വിൽ പ്രോസസ് നമ്മുടെ ഗ്രീൻ വേസ്റ്റ് ഒക്കെ എന്ത് ചെയ്യും? പ്രോസസ് ചെയ്യും. അതായത് വുഡ്, ബ്രാഞ്ച്, ലീവ്സ്, ദെൻ അതിന്റെ ഫ്ലവേഴ്സ്, ഇതൊക്കെ പൊടിച്ച് നമ്മൾ ഈ പറയുന്ന സോഡസ്റ്റ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ ആയിട്ടും പാക്കേജിങ് മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഒരു പ്രോജക്റ്റാണിത്. അത് ഇതിനകത്ത് നമ്മുടെ പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പ് വരുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെയും പ്രൈവറ്റിന്റെയും ഒരുമിച്ചുള്ള ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ പറയുന്ന ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ വേൾഡ്സ് ലാർജസ്റ്റ് ഐസ്ബർഗ് A23A ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഓഷ്യൻ? അത് നമ്മുടെ സദേൺ ഓഷ്യനിലാണ്. ദെൻ A23A എന്ന് പറയുന്നത് നമ്മുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഐസ്ബർഗ് ആണ്. നമ്മുടെ ഫ്ലിഞ്ചർ ഐസ് ഷെൽഫ് അന്റാർട്ടിക്കയിൽ നിന്നും വിട്ടു വന്നതാണ്. ഇതിപ്പം റീസെൻ്റ്ലി ഇതിന് പ്രാധാന്യം എന്ന് വെച്ചാൽ ഇതെവിടെ എത്തിയിട്ടുണ്ട്? റീസെൻ്റ്ലി റീച്ച് ടു നിയർ സൗത്ത് ജോർജിയയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. പുറത്ത് നോക്കുക, A23A എന്ന് പറയുന്നത് ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ ഐസ്ബർഗ് ആണ്. ഇത് നമ്മുടെ അന്റാർട്ടിക്കയിൽ നടന്നു വന്ന സാധനമാണ്. ഇപ്പോൾ എങ്ങോട്ട് പോകുന്നുണ്ട്? സൗത്ത് ജോർജിയയിലേക്ക് എടുക്കുന്നു. നെക്സ്റ്റ്, വെയർ വാസ് ദ ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ റീസെൻ്റ്ലി ഡിസ്കവർ? അത് നമ്മുടെ ത്രിപുരയിലാണ്. ബാൻഡഡ് റോയൽ ബട്ടർഫ്ലൈ, രചന, ജലിന്ദ്ര, ഇന്ദ്ര എന്ന പേരിൽ അറിയപ്പെടുന്ന ബാൻഡഡ് റോയൽ. നെക്സ്റ്റ്, വിച്ച് ഗ്ലേസിയർ ഇൻ നേപ്പാൾ ഈസ് സെറ്റ് ടു വാനിഷ് ബൈ ദ 2040 ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്? ക്ലൈമറ്റ് ചേഞ്ച് മൂലം 2040 ഇല്ലെന്നായി പോകുന്ന, അപ്രത്യക്ഷമാകുന്ന നേപ്പാളിലെ ഗ്ലേസിയറാണ് യാല ഗ്ലേസിയർ. ഓർത്ത് നോക്കുക, യാല. നെക്സ്റ്റ്, വിച്ച് ആർ ദ ഫസ്റ്റ് 2 ഇന്ത്യൻ സിറ്റി ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് വെറ്റ്ലാൻഡ് സിറ്റി? രാംസാർ കൺവെൻഷനിൽ ഇതിനു മുന്നേ 74 സിറ്റികൾ ഈ പറയുന്ന രാംസാർ സിറ്റികളായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 സിറ്റികളെ കിട്ടുന്നത്. ഇൻഡോർ, മധ്യപ്രദേശിലെ ഇൻഡോറും രാജസ്ഥാനിലെ ഉദയ്പൂറും ആദ്യമായിട്ട് ഇന്ത്യയിലെ വെറ്റ്ലാൻഡ് സിറ്റീസ് ആയിട്ട് രാംസാർ കൺവെൻഷൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇതോർത്ത് വെക്കുക, ഫസ്റ്റ് 2 ഇന്ത്യൻ സിറ്റീസ് റെക്കഗ്നൈസ്ഡ് ആസ് വെറ്റ്ലാൻഡ് സിറ്റി ഏതാണ്? ഇൻഡോർ, മധ്യപ്രദേശ്, ഉദയ്പൂർ, രാജസ്ഥാൻ.
നെക്സ്റ്റ് വിച്ച് ബേർഡ് വാസ് റീസെന്റ് ഡിക്ലെയർഡ് അമേരിക്കാസ് നാഷണൽ ബേർഡ്? ഏതാണ്? നമ്മുടെ ബാൾഡ് ഈഗിൾ ആണ് കേട്ടോ. ബാൾഡ് ഈഗിൾ ആണ് അമേരിക്കയുടെ നാഷണൽ ബേർഡ് ആയിട്ട് റീസെന്റ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഹു ലെഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട്? കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രൊജക്ടിന്റെ ഫൗണ്ടേഷൻ ആരാണ് നടത്തിയിരിക്കുന്നത്? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി. നെക്സ്റ്റ് which country houses 16th conference of the parties COP16 to the UN Convention to Combat Desertification? ഐക്യരാഷ്ട്രസഭയിൽ ഈ COP16 കോൺഫറൻസ് ഓഫ് പാർട്ടീസ് അതിൻ്റെ സമ്മേളനം ഏത് രാജ്യത്താണ് നടന്നത്? ഐക്യരാഷ്ട്രസഭയിൽ ഈ പറയുന്ന COP16 എന്ന് പറയുന്ന ഏത് രാജ്യത്താണ് നടന്നത്? അത് നടന്നത് നമ്മളുടെ സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചാണ് നടക്കുന്നത്. സൗദി അറേബ്യയിൽ റിയാദിൽ വെച്ച്. അതിനൊരു തീമുണ്ട്, അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ എന്നാണ്. ദെൻ ഇന്ത്യ അതിൽ ആരവല്ലി ഗ്രീൻ വാൾ പ്രൊജക്ട് പ്രസന്റ് ചെയ്തിരുന്നു. ഇനി UNCCD എന്ന് പറയുന്നത് എന്താണ്? അത് ഈ പറയുന്ന മരുഭൂമിവൽക്കരണത്തെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു UN-ന്റെ കൺവെൻഷനാണ് UNCCD എന്ന് പറയുന്നത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1994 നമ്മുടെ DPP ഒക്കെ വന്ന സമയം ഓർക്കുക, 1994 ദെൻ ഇതിന്റെ എയിം എന്ന് പറയുന്നത് പ്രൊട്ടക്ട് ആൻഡ് റീസ്റ്റോർ ലാൻഡ് എന്നുള്ളതാണ്. ഇതിനകത്ത് 196 രാജ്യങ്ങളുണ്ട്, ഇന്ത്യ ഇതിനകത്തുണ്ട്, പ്ലസ് യൂറോപ്യൻ യൂണിയനും ഉണ്ട്. നെക്സ്റ്റ് ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ടു ലിങ്ക് ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം വിത്ത് ഗ്രീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്? ഗ്രീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഇത് GDP ആയിട്ട് നമ്മളുടെ ഗ്രീൻ GDP ആയിട്ട് നമ്മുടെ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റത്തിനെ ലിങ്ക് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ് ഛത്തീസ്ഗഡ് ആണ്. ഓർത്തു വെക്കുക, ഛത്തീസ്ഗഡ്. നെക്സ്റ്റ് വിച്ച് സിറ്റി ഇൻ ഇന്ത്യ ഹാസ് അൺവെയിൽഡ് ദ ഫസ്റ്റ് മോഡേൺ സെൽഫ് സഫിഷ്യന്റ് ഗൗശാല വിത്ത് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്? ഇത് ഓർത്ത് വെക്കുക, ഏത് സിറ്റിയിലാണ് മോഡേൺ ആയിട്ടുള്ള സെൽഫ് സഫിഷ്യന്റ് ഗൗശാല വിത്ത് കംപ്രസ്ഡ് ബയോഗ്യാസ് അത് CBG പ്ലാന്റ് വരുന്നത്? അത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്വാലിയറിലാണ്. കാറ്റിൽ ഡങ് ബേസ് ചെയ്തിട്ടുള്ള കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് ആണിത്. നരേന്ദ്രമോദിയാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തത്. വേസ്റ്റ് ടു വെൽത്ത് എന്നുള്ളൊരു ഇനിഷ്യേറ്റീവ് ആണിത്. ഓർത്ത് വെക്കുക, മധ്യപ്രദേശിലെ ഗ്വാലിയറിലാണ് പശുഫാമും അതിനോട് ചേർന്നുള്ള ഈ ഒരു കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റും. നെക്സ്റ്റ് ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അത് നമ്മളുടെ ഹിമാചൽ പ്രദേശിലാണ്. ഇത് ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിന്റെ സർട്ടിഫിക്കേഷൻ ആണിത്. അപ്പോൾ ഇത് ആദ്യം കിട്ടിയിരിക്കുന്ന പാർക്ക് ഏതാണ്? ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്കാണ്. ഇത് കൂടാതെ മറ്റ് 5 താഴെയുണ്ട്. ഗ്രേറ്റ് ഹിമാലയൻ, സിംബാൾ ബാര, ദെൻ അതുപോലെ തന്നെ കിർഗാങ്ക, ദെൻ പിൻ വാലി, ഇന്ദർ കില്ല, ഇതൊക്കെ മറ്റ് അതിന് താഴെയോട്ട് വരുമ്പം ഉള്ളതാണ്. ദെൻ ഫസ്റ്റിൽ കിട്ടിയിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ IGBCന്റെ സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്നത് ദുർഗേഷ് ആരണ്യ സുവോളജിക്കൽ പാർക്കിനാണ്. നമുക്ക് ഈ ലാസ്റ്റത്തെ സ്ലൈഡ് നിങ്ങൾ സ്വയം ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ നമ്മൾ 2025 വന്നിരിക്കുന്ന അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന റാംസാർ സൈറ്റ്, ഇന്ത്യയിൽ വന്നിരിക്കുന്ന റാംസാർ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന റാംസാർ സൈറ്റുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക കേട്ടോ, കൃത്യമായിട്ട്. 96 2025 വരെയുള്ള കണക്കനുസരിച്ച് 96 റാംസാർ സൈറ്റ്സ് ആണ് വരുന്നത്. 2006 നമുക്ക് നോക്കേണ്ടി വരുന്നില്ല, കാരണം ഇതിനകത്ത് ഇത് പുറത്തൊക്കെ 2005 എത്രയാണ് ഡിസംബറിലേക്ക് വരുമ്പോഴത്തേന് 96 റാംസാർ സൈറ്റ്സ് ആണ്. ഈ ഒരു പേരുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നമ്മുടെ ജനറൽ പേപ്പറിന് വളരെ മികച്ച രീതിയിൽ മലയാളത്തിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ ഓരോ ഏരിയാസും പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ പഠിപ്പിക്കുന്ന നമ്മളുടെ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോഴും അവൈലബിൾ ആണ്. ഫെബ്രുവരി 1 നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 20 ദിവസം കൊണ്ട് നമുക്ക് വളരെ കൃത്യതകൂടി കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു സമയം അവസരവുമുണ്ട്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും നമ്മൾ വളരെ കുറഞ്ഞ അല്ലെങ്കിൽ ഒരു വലിയൊരു ഡിസ്കൗണ്ടിലാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്.